പിന്നെ പറഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വന്ന് തട്ടിയോണ്ട് ആ ചേച്ചിയും ആ ചേട്ടനും കഴിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ആ തട്ടലും നമ്മളെ വണ്ടി തിരിയും ചെയ്ത്, ഇല്ലെങ്കിൽ ആ ചേച്ചിയും ചേട്ടനും നമ്മളെ വണ്ടിക്ക് വന്നാണ് തട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ രണ്ട് ജീവനും കഴിച്ചിലാക്കി, എന്നെയും കഴിച്ചിലാക്കി എന്ന് തന്നെ പറയാം. കള്ളാടി ദുരന്തത്തിൽ അന്ന് രണ്ടുപേരുടെ ജീവൻ രക്ഷപ്പെടാൻ പ്രധാന കാരണമായ ജീപ്പാണ് ഈ കാണുന്നത്. ഇതിൽ ഈ ജീപ്പ് അടക്കമാണ്, ആ ജീപ്പും അതുപോലെ തന്നെ അതിൻ്റെ സമീപമുണ്ടായ ലോറിയും അടക്കമാണ് മണ്ണ് തള്ളിക്കൊണ്ട് വന്നത്. ആ അതിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ജീവൻ ഈ ജീപ്പ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉടമ വിഘ്നേഷാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അന്നത്തെ ഒരു അനുഭവം എന്ന് പറയാമോ? അന്ന് ഞങ്ങൾ സാധാ ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറിയത്. അപ്പോൾ ആ സമയത്താണ് ഈ ഒച്ചപ്പാട് കേട്ടിട്ട് മേലേക്ക് ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആദ്യം ഒരു മണ്ണ് ഒരു ഇരുത്തിരുന്ന്, പിന്നെ അത് കഴിഞ്ഞൊരു കുത്തി ഇങ്ങനെ പൊന്തി. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ടില്ല. അപ്പോൾ കുറേ നേരം നിന്ന് നോക്കി, സംഭവം എന്താ ഇങ്ങോട്ട് വെള്ളം തിരിയണ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വന്ന്, രണ്ടാൾ മാത്രം ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോരുത്തരും കൂടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, റെസ്റ്റോറൻറ്റിലെ ഉള്ളിലേക്ക് ഓടിയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് ഓടി. ആ വിഷ്വൽ നിങ്ങൾ CCTVയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് ഞാനാണ് ലാസ്റ്റ് അവിടെ നിന്ന് ഓടുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വന്ന് തട്ടിയോണ്ട് ആ ചേച്ചിയും ആ ചേട്ടനും കഴിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ആ തട്ടലും നമ്മളെ വണ്ടി തിരിയും ചെയ്ത്, ഇല്ലെങ്കിൽ ആ ചേച്ചിയും ചേട്ടനും നമ്മളെ വണ്ടിക്ക് വന്നാണ് തട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ രണ്ട് ജീവനും കഴിച്ചിലാക്കി, എന്നെയും കഴിച്ചിലാക്കി എന്ന് തന്നെ പറയാം. നമ്മളെ ജീവിതമാർഗ്ഗമാണ് ഇത്. ഇപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം പണിയുണ്ട്, 10-80,000 റുപ്യേൻ്റെ മേലെ പണിയെടുക്കണം. ഇത് അവിടെ എന്ത് ജോലി? ഞാൻ തൊള്ളായിരംകണ്ടിയിൽ ഇപ്പോൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അതെങ്കിൽ അവിടെ ടൂറിസ്റ്റിനെ കൊണ്ടുപോലും വരലായിട്ട്. അപ്പോൾ അതും ഓപ്പൺ അല്ല എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അതിനിപ്പോൾ എപ്പോൾ തുറക്കും ഒന്നും പറയാൻ പറ്റില്ല. അതും മഴക്കാലം ഞങ്ങൾക്കൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ എന്നാലും ഒരു 2 ദിവസം കൂടുമ്പോൾ, ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരു ട്രിപ്പും ഇങ്ങനെ കിട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലല്ലോ. അപ്പോൾ ഉപജീവനം മാറണം അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് ഏതൊക്കെ രീതിയിലുള്ള പണികളാണുള്ളത്? വേറെ ഉള്ളിൽ എന്തെങ്കിലും പണി സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് മെക്കാനിക്പരമായിട്ട് നമ്മൾ ഇഞ്ചിനൊരു സൗണ്ട് വ്യത്യാസം കാണുന്നുണ്ട്. അതിപ്പോൾ മെക്കാനിക്കിനെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വന്നതാണ്. പിന്നെ പറഞ്ഞാൽ വുഡ് സ്റ്റിക്കിനെ അടിച്ചിട്ട് വുഡ് സ്റ്റിക്ക് മൊത്തം തള്ളിയിട്ടുണ്ട്. ആ അടി പ്രഷറും കൊണ്ട് ഫ്രെയിമും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിം, വുഡ് സ്റ്റിക്ക്, പെയിൻറ്റിങ് എല്ലാം നമ്മൾ അടിച്ചു വരുമ്പോൾ ഏകദേശം മെക്കാനിക്ക് പണികളെല്ലാം തീർത്ത് വരുമ്പോൾ നമുക്കൊരു 80,000 റുപ്യേൻ്റെ മേലെ ചിലവ് എന്തായാലും വണ്ടിക്കുണ്ട്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ്? അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നിൽ ഇൻഷുർ കമ്പനിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ കവറാണ് വണ്ടിയുള്ളത്. അപ്പോൾ ഓരോരുത്തർ അവരെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സർക്കാരിന് എന്തെങ്കിലും എഴുതി കൊടുക്കണം, ഇല്ലെങ്കിൽ അവരെ കൺസ്ട്രക്ഷനിൽ നിന്ന് അവരെന്തെങ്കിലും തരുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഒരു വഴിയില്ല. എന്താ പറഞ്ഞാൽ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് തരികയാണെങ്കിൽ മാത്രമേ വാങ്ങാൻ പറ്റില്ല. നമുക്ക് പിടിച്ചാരത്തും വാങ്ങാൻ പറ്റില്ലല്ലോ. യെസ്, അതുതന്നെയാണ്. രണ്ടുപേരുടെ ജീവനാണ് ആ കള്ളാടി ദുരന്ത മുഖത്ത് ഈ ജീപ്പ് രക്ഷിച്ചത്. മാത്രമല്ല അതുപോലെ തന്നെ വിഘ്നേഷിൻ്റെ ജീവനും കൂടി ആ രക്ഷിച്ച ജീപ്പാണിത്. ഇതിനിപ്പോൾ ചെറിയ രീതിയിലുള്ള പണികളുണ്ട് എന്ന് തന്നെയാണ് വിഘ്നേഷ് പറയുന്നത്. ഏകദേശം 80,000 രൂപയോളം ചിലവ് വരുന്ന പണികളുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീർത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള ഡ്രൈവിങ്ങിലേക്ക് പോകാനാണ് വിഘ്നേഷ് ശ്രമിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.